ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പഴം കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, പുട്ടും പഴമാണ്. അപ്പോൾ റോബസ്റ്റ പഴം കിട്ടിയതാട്ടോ. ഇപ്പോൾ റോബസ്റ്റ പഴത്തിൻ്റെ സീസണാണെന്നാണ് തോന്നുന്നത്. എല്ലായിടത്തും റോബസ്റ്റ പഴമുണ്ട്, വിലയും കുറവുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങിയതാണ്. നല്ല പഴമായിരുന്നു. പിന്നെ പുട്ടൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അങ്ങനെ രാവിലത്തെ ജോലി കുറേ ഒതുങ്ങി, പാത്രമൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് മുകളിലേക്ക് വന്നതാട്ടോ, ടെറസിൻ്റെ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഞ്ഞിവെള്ളമില്ലേ നമ്മുടെ, അപ്പോൾ പാത്രം കഴുകാൻ നേരത്തെ ഈ കഞ്ഞി വടിച്ച കലത്തിൽ കഞ്ഞിവെള്ളം ഉണ്ടാവും തലേ ദിവസത്തെ. അപ്പോൾ ഞാനത് കുറച്ചുകൂടി വെള്ളം അതിലേക്ക് അതിൻ്റെ ഇരട്ടി തന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് കൊണ്ടുവന്ന് ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അത് നല്ലൊരു വളമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒഴിക്കാനായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ മുകളിൽ വന്നത്. അപ്പോൾ നമ്മുടെ 10 മണികളിലൊക്കെ പൂ വിരിഞ്ഞ് നിൽക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. എൻ്റെ കയ്യിൽ കുറേ കളർ 10 മണികൾ ഉണ്ടായതാണ്. ഇപ്പോൾ അതെല്ലാം മിസ്സായിട്ട് ഞാൻ കിട്ടിയതിൻ്റെയൊക്കെ ഓരോ തുമ്പെടുത്തിട്ട് വേറെ പോവാതെ പിടിപ്പിച്ച് വെച്ചേക്കണതാട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ കളറുകൾ പോയി. ആദ്യത്തേക്ക് എൻ്റെ പഴയ വീഡിയോയിലൊക്കെ കാണാം, ഞാൻ ഇങ്ങനെ ഒരു ഏരിയ മുഴുവൻ ഇങ്ങനെ കുറേ വെള്ള 10 മണികൾ, അത് കട്ടപ്പൂവിൻ്റെയും ഒറ്റ ഇതളിൻ്റെയും ഒക്കെ നിറയെ പിടിപ്പിച്ചിട്ടുണ്ടായി. അതെല്ലാം പോയിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ വെള്ള കളർ ഒറ്റണം പോലും ഇല്ല. അപ്പോൾ അത് പോയ സങ്കടത്തിൽ ഞാൻ ഇതൊക്കെ പോകണതിന് മുമ്പ് തന്നെ ഓരോരോ ചട്ടികളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതാട്ടോ. അപ്പോൾ അതുകൊണ്ട് എത്രയെങ്കിലും കിട്ടി. നല്ല വെയിലും നല്ല മഴയൊക്കെ വരുമ്പോൾ ഇതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് പോകും ഈ 10 മണി. നമ്മൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ അന്വേഷിച്ച് കഴിഞ്ഞാൽ എങ്ങും കിട്ടുകയില്ല. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും ഇത് കാണാനും ഉണ്ടാവും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്ന കളറ് പൂവിൻ്റെ തന്നെ വെള്ള കളറും ക്രീം കളറും റോസും വെള്ളയും കൂടിയ കളറൊക്കെ ഉണ്ടായതാണ്. അതെല്ലാം പോയി. ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവരെയൊക്കെ ഒന്ന് നോക്കിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. നല്ല ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്യാനുള്ള ഒരു എനർജി കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് വിരിഞ്ഞു തന്നെയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേനും ഫുള്ളായിട്ട് വിരിഞ്ഞ് നിൽക്കും. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ അപ്പോഴത്തേനും വെയിലാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇച്ചിരി നേരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരെയില്ല, മറന്നും പോവും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കറി വയ്ക്കാനായിട്ട് മീനാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനുള്ളത് അതും മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ കറി വയ്ക്കാമെന്ന് വിചാരിച്ച് വേഗം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കണത് കേട്ടോ, കുടംപുളി. അതിൻ്റെ കൂടെ തന്നെ കല്ലുപ്പും കൂടി ഇട്ടിട്ടാണ് വെച്ചേക്കണത്. പിന്നെ കുറച്ച് വേപ്പിലയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ കുഞ്ഞു മുറം കണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു കുഞ്ഞു മുറം അപ്പോൾ കണ്ടപ്പോൾ നല്ല ക്യൂട്ട്, അത് വാങ്ങിയതാട്ടോ. അപ്പോൾ ഉള്ളി വെളുത്തുള്ളിയൊക്കെ തോല് കളഞ്ഞിടാനൊക്കെ നല്ല സൗകര്യമാണ് അതിൽ. അങ്ങനത്തെ 2 എണ്ണം വാങ്ങിയായിരുന്നു. പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മല്ലിപ്പൊടിയും ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ അരിഞ്ഞു വെച്ചിട്ടുള്ളതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, വേഗം വെച്ചെടുക്കാൻ പറ്റും. ഈ സവാളയ്ക്ക് പകരം ഉള്ളിയാണെങ്കിലും ചേർക്കാം. ഉള്ളി ചേർക്കുമ്പോൾ അതിലും ടേസ്റ്റാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളം, നമുക്ക് ചാറിന് എന്തോരം വെള്ളം ആവശ്യമാണോ അത്രയും വെച്ചിട്ട് 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് തിളയ്ക്കാൻ വയ്ക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഏത് ടൈപ്പ് മീനാണോ ആ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒന്നും കൂടി തിളച്ച് വറ്റി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ആ സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറിയുടെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് നേരത്തെ തന്നെ പുളിയുടെ കൂടെ ഇട്ട് വെച്ചതുകൊണ്ട് ഞാൻ വേറെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഇനി അതവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ക്യാബേജ് ഉണ്ടായി. അപ്പോൾ ഒരു ചെറിയ ക്യാബേജ് ആയിരുന്നു, അത് മുഴുവൻ അങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പകുതി എടുക്കാൻ ബാക്കി അത് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാനും പറ്റും. അപ്പോൾ ജോലി അത്ര എളുപ്പമാവുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചാൽ മൊത്തം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് തോരനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2-3 കടുകൊന്ന് പൊട്ടിച്ചിട്ട് സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേപ്പിലയും കൂടി ഇടാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ക്യാബേജ് ഇട്ടിട്ട് ഉപ്പിട്ട് ഇളക്കി കൂട്ടി ഒന്ന് മൂടി വെച്ചിട്ട് ആവി അടിച്ചത് വേവട്ടെ. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ അത് വേവായി വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. ഇങ്ങനെയും തോരൻ വയ്ക്കാറുണ്ട്. പിന്നെ ഞാൻ ഈ ക്യാബേജിലേക്ക് തന്നെ നമ്മൾ തേങ്ങ പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ഒതുക്കി കൂട്ടി തട്ടിപ്പൊത്തി ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം അതെടുത്തിട്ടും തോരനാക്കാറുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് തോന്നുന്ന രീതിയിലൊക്കെ ആക്കിയെടുക്കും കേട്ടോ. പക്ഷേ എങ്ങനെ ആക്കിയാലും ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഇന്നിപ്പോൾ ഇങ്ങനെയാണ് തോരൻ വയ്ക്കുന്നത്. അപ്പോൾ അതിനി അവിടെ ഇരുന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇപ്പോൾ വൈകുന്നേരമൊക്കെ മഴയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ പോലെ ചൂടൊക്കെ ഒന്ന് മാറി ഇപ്പം മഴയാണ് വൈകുന്നേരം ആകുമ്പോൾ. അതുകൊണ്ട് വൈകുന്നേരത്തെ ചെടി നനയ്ക്കൽ ജോലി കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ കറണ്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പം കൂടിയുണ്ട്. എന്തായാലും നമുക്ക് ചെടി നനയ്ക്കേണ്ട, അതൊരു നല്ലൊരു ആശ്വാസമാണ്. അല്ലെങ്കിൽ അതൊരു ജോലി തന്നെയാണ്. പക്ഷേ ഈ ചെടികളും ഈ പൂക്കളും കാണാനുള്ള ആ ഒരു സന്തോഷം കൊണ്ട് എന്തായാലും നമ്മൾ ചെയ്തും പോകും. മുറ്റത്തേക്കൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ആകെ ഒരു മൈതാനം പോലെ കിടന്നാൽ എന്തായാലും ഒരു സുഖമുള്ളത്. എന്തെങ്കിലുമൊക്കെ കാണാൻ വേണമല്ലോ മുറ്റത്ത്. അത് ഓർത്തിട്ടാട്ടോ ഇങ്ങനെ വച്ച് പിടിപ്പിക്കണത്. പിന്നെ അതൊക്കെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മീൻ കറിയൊക്കെ ഞാൻ തിളച്ച് വന്നപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ ഇട്ടായിരുന്നു. കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്യാനുള്ളത് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തിട്ടില്ല. ഇനി അലക്കും എല്ലാം കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ വരുമ്പോൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അത് ചെയ്തില്ല. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കപ്പ വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ തന്നെ അത് തോല് കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ വൈകുന്നേരത്തെ ചായക്കായല്ലോ എന്ന് വിചാരിച്ച് അതെടുത്തിട്ട് തോല് കളയാനായിട്ട് എടുത്തതാട്ടോ. അതും തോല് കളഞ്ഞ് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേനും പിന്നെ കറണ്ടും പോയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം.